അങ്ങനെ അനാമികയെ പുറത്താക്കാനുള്ള ഓരോ ശ്രമവും ദേവയാനിയുടെ പരാജയപ്പെടുകയാണ്. ഒടുവിൽ എന്ത് ചെയ്യണം അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ആലോചനയിലാണ് ദേവയാനി. അങ്ങനെ അനിയോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് ദേവയാനി. മോനെ, നീ ആദ്യമൊക്കെ പറഞ്ഞതൊന്നും ഞാൻ അനുസരിച്ചില്ല. ഞാനത് മുഖവരക്കെടുത്തതേയില്ല. നീ ഇപ്പോൾ അനാമികയുമായിട്ടുള്ള ജീവിതം മടുത്തു. ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയി തന്നാൽ മതി എന്നൊക്കെയാണ് നിൻ്റെ ആഗ്രഹം എന്നുള്ളതും ഈ വല്യമ്മയ്ക്കറിയാം. മുമ്പൊക്കെ നീ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ നിനക്കിട്ട് അടി തരികയാണ് ചെയ്തിട്ടുള്ളത്. അതിന് വല്യമ്മയോട് മോൻ ക്ഷമിക്കണം. ഇപ്പോഴാണ് സത്യം എന്താണെന്ന് വല്യമ്മയും അറിഞ്ഞത്. അപ്പോൾ അനി മറുപടി പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല വല്യമ്മേ. അന്നൊന്നും അനാമികയുടെ സ്വഭാവം എന്താണെന്ന് വല്യമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ അന്ന് അങ്ങനെ എന്നോട് പെരുമാറിയത്. എന്നാൽ ഇപ്പോഴെല്ലാം വല്യമ്മയ്ക്ക് മനസ്സിലായില്ലേ. എനിക്കത് മതി. അനാമികയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ ഇതേപോലെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണാണെന്നും പണത്തിനോടാണ് അവൾക്ക് യാർത്തിയും എന്നൊക്കെയുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ അന്നത് വേണ്ടാന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ കരുതുന്ന പോലെ നന്ദുവിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്. അത് പിന്നെ മോനെ, നിനക്ക് അന്ന് നന്ദുവിനെ ഇഷ്ടമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ട് അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നീ പറയുന്നതാണെന്നല്ലേ കരുതുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും അതൊക്കെ വിശ്വസിച്ചത്. നീ പറഞ്ഞതിലൊന്നും വിശ്വസിക്കാഞ്ഞതും ചെവി കൊടുക്കാഞ്ഞതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഏതായാലും എൻ്റെ മകന് യോജിച്ച പെൺകുട്ടി നന്ദു തന്നെയാണെന്ന് ഈ വല്യമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്. എൻ്റെ മകന് മോനെ, നിനക്ക് യോജിച്ച പെൺകുട്ടി നന്ദുവാണെന്നുള്ളത് വല്യമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അനാമികയെ പുറത്താക്കി അവളെ വിവാഹം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ നോക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളെടുത്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും അവൾ ഇവിടുന്ന് പോകുന്നില്ല. മാത്രമല്ല നിൻ്റെ അമ്മയ്ക്ക് അവളെയാണ് പൂർണ്ണ വിശ്വാസവുമാണ്. ആ അനാമികയെ ഇവിടുന്ന് പുറത്താക്കാൻ ഒരിക്കലും നിൻ്റെ അമ്മ ശ്രമിക്കില്ല. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും എന്തൊക്കെ തെളിവുകൾ കാണിച്ചു കൊടുത്താലും നിൻ്റെ അമ്മ അത് മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ അമ്മയെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു കടുത്ത കൈയിലൂടെ ഞാൻ അവളോടുള്ള പ്രതികാരം ചെയ്യും. എന്തായാലും അനാമികയെ ഒഴിവാക്കി കഴിഞ്ഞാൽ മോനാ നന്ദുവിനെയല്ലേ വിവാഹം കഴിക്കുള്ളൂ. അതല്ലേ നടക്കുള്ളൂ. അല്ലാതെ മോന് വേറെ പെൺകുട്ടിയൊന്നും ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് നീയും നന്ദുവായിട്ടുള്ള വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും ഇതിന് എതിർപ്പൊന്നുമില്ല. ഞാൻ അവരെ കൊണ്ട് സമ്മതം വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊന്നും അതിനോട് എതിർപ്പൊന്നുമില്ല. അവർക്ക് അനാമികയെ അത്രയ്ക്ക് വെറുപ്പാണ്. എതിർപ്പുമായിട്ട് വരുന്നത് മോൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതൊന്നും കാര്യമാക്കേണ്ടതാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിരിക്കുന്നത്. അനാമികയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് എന്നൊക്കെയാണ് ദേവയാനി പറയുന്നത്. ഇത് കേട്ടാൽ എനിക്ക് വളരെ സന്തോഷമാവുകയാണ്. അനി ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വല്യമ്മ പറയുന്നത്? വല്യമ്മ പറഞ്ഞത് സത്യം തന്നെയാണോ? നന്ദുവിൻ്റെയും എൻ്റെയും വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണോ? പക്ഷേ അനാമികയായിട്ടുള്ള ബന്ധം വേർപിരിയാതെ എങ്ങനെയാ വല്യമ്മ ഈ ഒരു വിവാഹം നടക്കുക എന്നൊക്കെ ഞാൻ സംശയത്തോടുകൂടി ചോദിക്കുന്നുണ്ട്. അതൊന്നും ഓർത്ത് മോൻ സങ്കടപ്പെടേണ്ട. ഞാൻ ലീഗലി ഒരു അഡ്വക്കേറ്റിനോട് ഇതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ചിരുന്നു. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും ഓർത്ത് മോൻ അങ്ങനെ സങ്കടപ്പെടേണ്ട. എന്തായാലും നിന്റെ നന്ദുവിൻ്റെ വിവാഹം നടത്താനാണ് എൻ്റെ തീരുമാനം. ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും അനാമിക അറിയാൻ പാടില്ല. അവൾ തിരിച്ചു വരുമ്പോൾ നിന്നെയും നന്ദുവിനെയും കണ്ട് ഷോക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല. നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്ന് ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്. അതിന് നന്ദു സമ്മതിക്കുമോ? നന്ദു ഒരിക്കലും അത് സമ്മതിക്കില്ല. അനാമികയുടെ ജീവിതം തകർത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്നുള്ള രീതിയിലാണ് അവൾ നടക്കുകയുള്ളൂ. അതൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഓർത്ത് മോൻ സങ്കടപ്പെടേണ്ട. നന്ദുവിൻ്റെ അമ്മ കനകയെ ആദ്യം എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചുവെങ്കിലും ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അവരോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. മോനെക്കുറിച്ചും നന്ദുവിനെക്കുറിച്ചും അവർ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ എടുത്തു പറഞ്ഞപ്പോൾ അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ദേവയാനിയുടെ പ്ലാനിങ് അനുസരിച്ച് അവർ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് നന്ദുവും അനിയുമായിട്ടുള്ള വിവാഹങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെ രണ്ടുപേരെയും കൂട്ടി അനന്തപുരിയിലേക്ക് ദേവയാനി എത്തുന്നുണ്ട്. ആ സമയത്ത് അനാമിക അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ഈ കാഴ്ച കണ്ട് ആകപ്പാടം ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. ജാനകിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറച്ച്
അനിയുടെയും നന്ദുവിൻ്റെയും നേരെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് അവൾ നന്ദുവിനായിട്ടായിട്ട് പറയുന്നുണ്ട്, എടി മുത്തശ്ശി, നിനക്ക് എന്ത് ധൈര്യമാണ് ഇവനെ വിവാഹം കഴിക്കാനായിട്ട്? ഇവിടെ അവൻ്റെ ഭാര്യ ഉള്ള നിനക്കറിയില്ലായിരുന്നോ? എന്നിട്ട് നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ടു നിൽക്കാനായിട്ട്? എവിടെ നിന്റെ ആദർശങ്ങളൊക്കെ പറയുന്ന ആദർശേട്ടൻ? നിന്റെ ചേച്ചിയും ഒക്കെ എന്തിയെ? ഈ കാഴ്ച കണ്ടിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നോട് എനിക്കറിയണം. വലിയ വാചകോടിയായിരുന്നല്ലോ, എൻ്റെ അനിയത്തി ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരില്ല, അവൾക്കതിന് താല്പര്യമില്ല, ഞങ്ങൾ അതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തിയെ അവള്? നിന്റെ അച്ഛനും അമ്മയും എല്ലാവരും എന്തിയെ എന്നൊക്കെ പറഞ്ഞ് കലി തുള്ളി നിൽക്കുകയാണ്. അപ്പം ദേവയാനി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, നീ ഇതൊന്നും പറഞ്ഞ് അവരെ മെക്കിട്ട് കയറാൻ നിൽക്കേണ്ട. ഈ വിവാഹം നടത്തിയത് ഞാനാണ്. അനിയൻ നന്ദുവിനോട് സംസാരിച്ച് ഈ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും നടത്തിയതും ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റാർക്കും പങ്കില്ല. ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാനായിട്ട് ആരും ഇനി ഇങ്ങോട്ട് വരുവാൻ വേണ്ട. പിന്നെ ഇക്കാര്യങ്ങളെല്ലാം മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാവുന്ന സ്ഥിതിക്ക് ഇതിലോട്ട് ഒരു ചർച്ചയായിട്ട് ആരും വരുവാൻ വേണ്ട. എന്തായാലും ഞാനിവരെ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റാൻ പോവാണ്. ജാനകിക്ക് മകനെന്ന സ്ഥാനത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം, പറ്റില്ലെങ്കിൽ മാറി നിൽക്ക്, ഞാൻ ചെയ്തു കൊള്ളാം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാനകി, ഞാനാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടാൽ മതി. അച്ഛനും അമ്മയും എനിക്ക് സപ്പോർട്ടുണ്ട്. അതുള്ളിടത്തോളം കാലം എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇനി ഇവരെ ചീത്ത പറയാനോ ദ്രോഹിക്കാനായിട്ട് ആരും മുന്നോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവരോട് എതിർത്ത് നന്ദുവിനെയും അനിയെയും വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ് ദേവയാനി.